ഒരു ഇന്ത്യന് ഉം. ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നു. ഉം. ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന സമയത്ത് അവരുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരുന്നു. തീർച്ചയായും അത് വേണം. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെ ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും? ഇന്ത്യയിലുള്ള അവരുടെ പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അവരുടെ മറ്റ് കാര്യങ്ങളിലോ അവർക്ക് എങ്ങനെ അത് ഡീൽ ചെയ്യാൻ സാധിക്കും? രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് അവർ ഒബ്റ്റെയിൻ ചെയ്യേണ്ടി വരും, നേടേണ്ടി. അപ്പൊ അങ്ങനെ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടൂറിസ്റ്റ് വിസ എടുത്തുകൊണ്ട് വേണമെങ്കിൽ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഹോൾഡർ എന്നുള്ള ഓസ്ട്രേലിയൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഇന്ത്യയിൽ വന്ന് പോകുന്നതിന് ബുദ്ധിമുട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് വിസ പോലാണ്. നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യ വരെ, ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പോകുന്നതിനും എപ്പോൾ വേണമെങ്കിലും വരുന്നതിനും പോണതിനും ഒന്നും യാതൊരു തടസ്സമില്ല. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഇന്ത്യയിലേക്ക് വരുന്നതിന് വിസിറ്റർ വിസ എടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കും. മറ്റൊന്ന്, നമ്മൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ സിറ്റിസൺ അല്ലാതാവുന്നു. നമുക്ക് ഇന്ത്യയിൽ വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാതാവുന്നു. ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതാകുന്നു. ഒപ്പം അഗ്രികൾച്ചർ ലാൻഡ്, കൃഷിഭൂമി വാങ്ങാൻ പറ്റാതാവുന്നു. മറ്റു തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല.